കൺസെപ്റ്റാണ് ഹൗസ് ബോട്ടായി മാറുന്നത്. അതായത് കൊല്ലത്ത് നിന്നൊക്കെ എറണാകുളത്തേക്കൊക്കെ അവർ ചരക്കുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ എടുക്കുന്നില്ല. അപ്പൊ എന്താണ്, അവര് 4-5 പേരുണ്ട്, അവർക്ക് കഴിക്കാനായിട്ട് ആഹാരം അതിൽ തന്നെ അവർ പാചകം ചെയ്യണം. നമുക്ക് അറിയാം, പല പഴയ തലമുറയ്ക്ക് അമ്മയും കല്ലും ഒക്കെ കൊണ്ട് അരച്ച ആ കറികളും ചോറും ഒക്കെ. ഇത് ഒരു കാലത്ത് സായിപ്പ് അങ്ങനെ കൊല്ലത്ത് വന്നിട്ട് സായിപ്പിന് ഒരു കൗതുകം തോന്നി ഈ വള്ളത്തിൽ ഒന്ന് യാത്ര ചെയ്തോളാം. അങ്ങനെ ഈ ചരക്ക് നീക്കുമായിട്ട് വന്ന ഈ ആളുകളിലൂടെ ഒരു സായിപ്പ് യാത്ര ചെയ്ത് ആലപ്പുഴയിൽ എത്തിയോടുകൂടിയാണ് ഹൗസ് ബോട്ട് ടൂറിസത്തിന് ആ ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടായത്. അപ്പോ അതിന്റെ ഒരു ചൂട് പിടിച്ചിപ്പം കുമരകവും ആലപ്പുഴയാണ് ഹൗസ് ബോട്ട് ടൂറിസത്തിന്റെ ഏറ്റവും വലിയ ഈറ്റില്ലമായി മാറിയത്. ഇപ്പം ആ കളമൊക്കെ മാറി കേട്ടോ. നമ്മൾ രാവിലെ പറഞ്ഞ പോലെ കണ്ട് 1000-ലേറെ ഹൗസ് ബോട്ടുകൾ അവിടെ കിടപ്പുണ്ടല്ലേ. ഒരു 3-സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ആ റൂമുകളൊക്കെ പറയാനുള്ള ഹൗസ് ബോട്ടുകളുണ്ട്. എനിവേ തിരിച്ചു വരേണ്ട സായിപ്പന്മാരില്ല, സായിപ്പന്മാർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. സായിപ്പന്മാരില്ല, നമ്മുടെ ഗസ്റ്റുകൾ വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് എന്താണ് ഈ പറഞ്ഞ ആർഭാടങ്ങൾ അതിൽ വേണം. അതുകൊണ്ടാണ് ആ രീതിയിൽ ഹൗസ് ബോട്ട് മാറിയത്. എനിവേ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ അങ്ങനെ ആ കെട്ടുകളിലൊക്കെ ഉപയോഗിച്ച് ചരക്ക് നീക്കം നടത്തിയിരുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റൊക്കെ രൂപം വന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വന്നു. സംസ്ഥാന ജലഗതാഗത വകുപ്പ് അതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഏകദേശം 10ഓളം പാസഞ്ചർ ഫെറി സർവീസുകൾ രാവിലെ 5:30 മുതൽ വൈകിട്ട് 8 മണി വരെ ഈ 2 ജില്ലകളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നു. ഈ വന്ന കാലത്ത് കൊണ്ട് 2 ചുരുങ്ങിയല്ല റോഡ് പൈസ ഒക്കെ വന്നു. എന്നിരുന്നാലും ഇപ്പോഴത്തെ ആളുകൾ അത് പ്രയോജനപ്പെടുത്തുന്നത് എന്താണെന്നറിയോ, ട്രാഫിക് പൊല്യൂഷൻ. നമ്മൾ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് ഒന്ന് യാത്ര ചെയ്താൽ അറിയാം നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ എന്താണ്, ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് വെറും 35 മിനിറ്റ് കൊണ്ട് വെറും 15 രൂപ കൊടുത്താൽ ഈ കായലിലെ സൗന്ദര്യം ആസ്വദിക്കാം. പിന്നെന്താണ്, ട്രാഫിക്കോ പൊല്യൂഷനോ ഒന്നുമില്ലാതെ സുഖമായിട്ട് യാത്ര ചെയ്യാം. ഈവൻ ഇനി നമ്മളൊരു ബൈക്കിലാണ് വരുന്നെങ്കിൽ ഏകദേശം 10ഓളം ബൈക്കുകളും ക്യാരി ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമ്മളിങ്ങനെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ തന്നെ കാണാം, വലതുവശം ദൂരെ കാഴ്ചയായിട്ട് നോക്കിക്കോ, കൊമരകത്ത് നിന്ന് ആ മുഹമ്മ ലക്ഷ്യമാക്കി വരുന്ന ഒരു ഫെറിയാണ്. 101 കപ്പാസിറ്റി ഉണ്ട്. ഈ സമയം തന്നെ അപ്പുറത്ത് ഒരെണ്ണം അപ്പുറത്തോട്ട് യാത്ര പുറപ്പെടും. അങ്ങനെ ഈ വീതിയേറിയ കായലിനെ ബന്ധപ്പെടുത്താൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സർവീസ് നടത്തി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കുമരകം എന്ന ആ തീരം ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ അടുത്തൊരു അരമണിക്കൂറും രാവിലെ നമ്മൾ പാതിരാവണ്ണിൽ പോയി നമ്മളൊന്ന് ഒത്തുകൂടിയാൽ അടിച്ചുപൊളി പാട്ടേക്കാണ്. ഇപ്പൊ അതിന് എന്തായാലും സമയമില്ല. നമ്മൾ മലയാളികളാണ്. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 10 മിനിറ്റ് റിലാക്സ്. അതിന് പങ്കാൽ തരാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വഴിക്കും പോകില്ല. ഇച്ചിരി നേരം ഉറങ്ങിയിട്ടുള്ള കാര്യമില്ല. പക്ഷെ നമുക്ക് ഇന്ന് ഉറങ്ങാൻ സമയമില്ല, ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്യാം. അതിന് പറ്റുന്ന വെച്ചാൽ ഇപ്പൊ നോക്കിയാൽ രാവിലെ കണ്ട കായലല്ലേ, ഇരുവശങ്ങളും നോക്കിയ കായലിന്റെ ഒരു ആംബിയൻസ് ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. അപ്പൊ കായലിനെ കണ്ടോണ്ട് നമ്മൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് കുറച്ചു നേരം ദാസേട്ടനെയും ജയചന്ദ്ര സാറിനെയും ശ്രീമാരേട്ടനെയൊക്കെ മാറ്റിവെക്കാം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആള് തന്നെ ഒരു 2 വരി നിങ്ങൾക്ക് ആയത് പാടി തന്നാൽ അതിന്റെ ഒരു മാധുര്യം ഒന്ന് ഇരട്ടിയായിരിക്കും അല്ലെ. ക്ലാസിക്കലും സെമി ക്ലാസിക്കലും ഒക്കെ ആയിട്ട് 1-2 പാട്ട് മലയാളവും തമിഴും ഹിന്ദിയൊക്കെ മിക്സ് ചെയ്ത് 1-2 പാട്ട് നമുക്ക് കേൾക്കാം. എല്ലാവരും ചേച്ചിമാരുടെ ഊണൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. മുഖത്ത് ശരിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ വന്നതന്നെ കംപ്ലൈന്റ്, സാറേ എരിവ് കൂടുതലായിരുന്നു, കുറവായിരുന്നു, ഉപ്പായിരുന്നു പോലെ. പക്ഷെ ഇന്ന് ദൈവത്തെ ഓർക്ക് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാണുന്നു വിചാരിക്കുന്നു. ഇനി ഒരു അടുത്തൊരു അരമണിക്കൂർ ഈ കായലിനെ നോക്കിക്കണ്ടുകൊണ്ട് നമുക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു വലിയ കലാകാരനുണ്ട്. അദ്ദേഹം 2-3 പാട്ട് നിങ്ങൾക്കായിട്ട് പാടും. ഹേമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ സർഗം എന്ന അതിമനോഹരമായ സിനിമയിലെ നമുക്ക് 90കളിൽ നമുക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ മലയാള സിനിമയുടെ ആ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. ഇപ്പോൾ നമുക്ക് സിനിമകളിൽ ഇറങ്ങി അതേപോലുള്ള പാട്ടുകളൊന്നുമില്ല അല്ലെ. അപ്പൊ നമുക്ക് അടുത്തൊരു അരമണിക്കൂർ ആ 90കളുടെ കാലഘട്ടത്തിൽ തിരിച്ചു പോകാം. ആ സർഗം എന്ന സിനിമയിൽ അതിമനോഹരമായ ഒരു സെമി ക്ലാസിക്കൽ ഗാനവുമായി എത്തുന്നു ഞങ്ങൾ 5 പേരിൽ ഒരാളായ ഞങ്ങളുടെ രേഖയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അനുഗ്രഹീത കലാകാരൻ ഹേമേന്ദ്രൻ. അപ്പൊ ഫ്ലൈറ്റിൽ കൈയില്ലാത്തവർ ഊണ് കഴിഞ്ഞത് ഒരു നല്ല കൈയ്യടി കൊടുക്കുമായിരുന്നെങ്കിൽ നമ്മുടെ നിങ്ങൾക്കായി മനോഹരമായ 12 ഗാനങ്ങളായിരുന്നു ഞങ്ങളുടെ വലിയ കലാകാരൻ ഹേമ.